ഹായ്, പ്രവീണേട്ടനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ രാവിലെ വിളിച്ചപ്പം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നല്ല വിശന്നപ്പോൾ ഞാൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ആൾ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ സമയത്ത് ചായ ഇടുന്നു. ചായ ഇവിടെ തിളയ്ക്കാറായിട്ടുണ്ട്. ചായയിൽ ഞാൻ കുറച്ച് ഏലക്കയും കൂടി ഇടും. ഏലക്ക ശരിക്കും പൊടിച്ച് വെച്ചിട്ടാണ് ഇടുന്നത്. പൊടിച്ചത് തീർന്നു പോയി. ഇനിയിപ്പോൾ തൽക്കാലം ഇപ്പോൾ പൊടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഏലക്ക ഇടുവാണ്. എനിക്ക് ഏലക്കയുടെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ച് ഏലക്ക കൊണ്ട് ഇട്ട ടേസ്റ്റ് കൂടും. ഉച്ചയ്ക്കത്തുള്ള സാമ്പാറാണ് കൂവിക്കൊണ്ടിരിക്കുന്നത്. സാമ്പാറിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് സാമ്പാറിലെ വെണ്ടയ്ക്ക. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് വെണ്ടയ്ക്ക നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. വെണ്ടയ്ക്ക ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു വിഴുവിഴുപ്പ് എന്തോ ഇപ്പം അങ്ങ് പിടിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ നശിപ്പിക്കുന്ന ഒന്നാണോ വെണ്ടയ്ക്ക എന്ന് ചിലപ്പോൾ എനിക്ക് സംശയം തോന്നും. അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഈ പറഞ്ഞാൽ വെണ്ടയ്ക്ക് ഇടാണ്ട് സാമ്പാർ എങ്ങനെ ഇരിക്കുന്നു. എൻ്റെ സാമ്പാർ ഇപ്പോഴാണ് സാമ്പാറായതെന്ന് തോന്നും. പ്രവീണിന് കുറച്ച് കടുപ്പം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടുതൽ വേണം. മാക്സിമം തിളയ്ക്കട്ടെ. ഞാൻ പൊടിത്തേയില ഉപയോഗിക്കത്തില്ല. എനിക്ക് തല അതിൻ്റെ ഒരു കവർപ്പ് എന്തോ പോലെയാണ്. ചവർപ്പ് എന്തോ സുഖമില്ലായ്മയാണ്. ഞങ്ങൾ ഇലത്തേയില മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. ശരിക്കും ഇവിടെ എല്ലാവർക്കും ചീനിച്ചട്ടിയിൽ ഒഴിക്കുന്ന അപ്പമാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചീനിച്ചട്ടിയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ചായക്ക് ടേസ്റ്റ് കൂടാൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ ചായ കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ട് ശീലിച്ചതും ഞങ്ങളുണ്ടാക്കി ശീലിച്ചതൊക്കെ ചായ ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ചായ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായ അടിക്കും. ചായ അടിച്ചാലേ ചായയുടെ ഒരു എഫക്റ്റ്, ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതങ്ങനെ എനിക്ക് അങ്ങനെ ചായ കിട്ടിയില്ലെങ്കിൽ ഒരു തൃപ്തിയില്ലായ്മയാണ്. ഇതുപോലെ നന്നായിട്ട് അടിച്ചിങ്ങനെ പതഞ്ഞ് ഗ്ലാസ്സിലിരുന്നാൽ നമുക്ക് കുടിക്കാനൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. ഈ സാമ്പാറിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമ്മൾ സാമ്പാർ പൊടി നേരിട്ട് സാമ്പാറിനകത്ത് ഇടുന്നതിനേക്കാളും സാമ്പാറിന് കുറച്ചുകൂടെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് പിന്നെ സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഞാൻ അതിൻ്റെ തന്നെ വെള്ളം കുറച്ച് ഇങ്ങോട്ട് എടുക്കും. അതിൻ്റെ വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി സാമ്പാർ പൊടി മിക്സ് ചെയ്യുമ്പോൾ സാമ്പാർ കുറച്ച് ഇതാവും. അല്ലാണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ സാമ്പാർ പൊടി ചില സ്ഥലത്ത് അത് കലങ്ങാണ്ട് പോലെ കിടക്കും. ഇപ്പോൾ ശരിക്കും അങ്ങനെ മിക്സ് ചെയ്തിടുമ്പോൾ കറക്റ്റ് ഓക്കെ ആയിട്ട് വരും. മോള് ഉള്ളപ്പോൾ പറയും എരിവ് വേണമെന്ന് പറയും. ആദ്യത്തെ മോൾക്ക് ഒട്ടും എരിവ് കൂട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ അവൾ എരിവ് വേണമെന്ന് പറയും. അതുകൊണ്ട് അവളുടെ കുറച്ച് മുളക് പൊടി, ഇച്ചിരി മുളക് പൊടി കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് കളറും കിട്ടും, കുറച്ച് എരിവും കിട്ടും. സാമ്പാറിന് പുളി കൂടിയാലും കുഴപ്പമാണ്. പക്ഷെ കുറച്ച് പുളിയുടെ തക്കാളിയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് പുളി കൂടിയാൽ പിന്നെ ആ ഒരു പുളിപ്പ് ഇതാവും. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം.